സിനിമ പാട്ടുകൾക്ക് സിനിമ വിട്ടൊരു ജീവിതമുണ്ട്. സിനിമയുടെ ഒരു കാലത്തിന് ശേഷവും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ അപ്പുറം പാട്ടിനൊറ്റയ്ക്കൊരു വലിയ കാലം കഴിഞ്ഞുള്ള ഒരു യാത്രയുണ്ട്. അതായത് ഇപ്പോഴൊക്കെ പിന്നെ ഡിജിറ്റൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചില പാട്ടുകൾ വെറുതെ ഡിജിറ്റൽ സ്പേസിലൊക്കെ ഹിറ്റാവും. എന്നാൽ കുടജാദ്രിയിൽ കുടികൊള്ളും പോലെയുള്ള പാട്ടുകൾ പടം റിലീസായിട്ടില്ല. റിലീസല്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ടില്ല, ഒരു പടമില്ല, ഷൂട്ട് ചെയ്തിട്ടേ. നീലക്കടമ്പ് എന്ന് മറ്റല്ലേ സിനിമയുടെ പേര്? നീലക്കടമ്പ്. ദീപം കയ്യിൽ സന്ധ്യാദീപം. മറ്റേതുപോലെ പിന്നെ നീലക്കുറിഞ്ഞി ആ പാട്ടൊക്കെ എന്തോ. ഇപ്പൊ നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞ ലിസ്റ്റിൽ വരുന്ന രണ്ടുപേരാണ്, ഒന്ന് ജയകുമാർ സാറും അതുപോലെ ഭാസ്കരൻ മാഷും. ഇവരുടെയും പാട്ടുകൾ ഇതുപോലെ രവീന്ദ്രൻ മാഷുടെ കുറെ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഈ നേരത്തെ എന്തിനായി ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അതാണ് എന്റെ ഒറിജിനൽ ട്യൂൺ എന്ന് പറയുന്നത്. കവിതയായിട്ട് എഴുതുമ്പോൾ അതുപോലെ മറ്റേ പാട്ട്, അതുപോലെ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി, ഇങ്ങനെ മാഷ എഴുതി കൊടുക്കുന്നത്. എഴുതി ഇങ്ങനെ കാസറ്റ് കൊടുത്തേക്കും. രവി, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ചുവട് പിടിച്ചങ്ങ് എഴുതിയ മതി. അതായത് വരിയുടെ റെഫറൻസ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ട്യൂണ് അദ്ദേഹം എഴുതുമ്പോൾ ഒരു വരുമല്ലോ. അതാണ് ഈ കവിത എഴുതിയിട്ട് രവി എന്നിട്ട് ആ കാസറ്റിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തേക്കും. രവി ഇതിന്റെ ചുവട് പിടിച്ചങ്ങ് ചെയ്യോ എന്ന്. അതാണ് പുലർകാല സുന്ദര സ്വപ്നത്തിൽ.